ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. നമുക്കറിയാം, ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് VFA അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അല്ലെ, ഡിസ്ട്രിക്ട് വൈസ് നടക്കുന്ന, ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാം. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച്, VFA എന്ന് പറയുന്ന ഒരു എക്സാമിനെ സംബന്ധിച്ച് പഠിക്കുന്നവര് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഏറ്റവും റീസെന്റ് ആയിട്ട് നടക്കുന്ന ചോദ്യ പേപ്പറുകൾക്കാണ്. അപ്പോൾ നമ്മള് ഈ ഒരു സെക്ഷനില് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നുള്ള ബയോളജി ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഡിഫറെന്റ് ആയിട്ട് ചോദിച്ച ബയോളജി ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ലേണിംഗ് ആപ്പ് അല്ലെ, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി കറണ്ട് അഫയേഴ്സുകളെല്ലാം സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അത് സൗജന്യമായിട്ട് നേടാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചോദ്യം എന്താണ്? ശരീരത്തില് കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് എന്തിനെല്ലാം കാരണമാകും? നമുക്കറിയാം, കാൽസ്യം എന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളില് ഒരു പ്രധാനപ്പെട്ട മൂലകമാണ്, എലമെന്റ് ആണ്. ഈ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് എന്തിനെല്ലാം ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തെ ബാധിക്കും. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കുന്നതാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നത് ഈ പറയുന്ന കാൽസ്യമാണ്, അത് ശരിയാണ്. രണ്ടാമത്തത്, നാഡീ പ്രവർത്തനങ്ങൾ തകരാറിലാക്കുന്നു അല്ലെ, നാഡീ പ്രവർത്തനങ്ങൾ, ന്യൂറോണുകളുടെ ആവേഗങ്ങൾ കടന്നു പോകാനൊക്കെ ഈ പറയുന്ന കാൽസ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ബിയും കറക്റ്റ് ആണ്, രണ്ടാമത്തെ പോയിന്റും കറക്റ്റ് ആണ്. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. തീർച്ചയായിട്ടും പേശി പ്രവർത്തനങ്ങൾക്കും ആര് സഹായിക്കുന്നുണ്ട്? കാൽസ്യം എന്ന് പറയുന്ന എലമെന്റ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എലമെന്റും കാൽസ്യമാണ്. സോ ഈ പറയുന്ന 4 പോയിന്റുകളും കാൽസ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ കാൽസ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടും മനസ്സിലാക്കുക, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എലമെന്റ് ആണ് കാൽസ്യം എലമെന്റ്സ്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിറ്റാമിൻ കെ, ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈബ്രിനോജൻ ആണ്. പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈബ്രിനോജൻ ആണ്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ അല്ലെങ്കിൽ രക്തകോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലേറ്റ്ലെറ്റ് ആണ്, പ്ലേറ്റ്ലെറ്റ്. ഈ പോയിന്റുകൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എലമെന്റ് അത് കാൽസ്യം ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ അത് വിറ്റാമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ അല്ലെങ്കിൽ രക്തകോശം അത് പ്ലേറ്റ്ലെറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഡൗട്ട്, കൺഫ്യൂഷൻ ആവാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ജോഡികൾ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തില് നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തൊരു ടോപ്പിക്കാണ് ഹോർമോൺ, അല്ലെങ്കിൽ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് വരുന്നതാണ്. പത്രത്തിൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കാണുന്നത് അല്ലെ. നമുക്ക് നോക്കാം ഓരോ ഹോർമോൺ. ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ. അതായത് ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. എന്നാൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ അത് ഗ്ലൂക്കോഗോൺ ആണ് അല്ലെ. ഇതെന്താണ്? പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്തതാണ്. ഇത് പരസ്പര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോണാണ്. അടുത്തത് കാൽസിട്ടോണിനും പാരാത്തോർമോൺ. കാൽസിട്ടോണിൻ എന്ന് പറയുന്നത് കാൽസ്യം ലെവൽ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. പാരാതൈറോയ്ഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാത്തോർമോൺ കാൽസ്യം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ കാൽസ്യം ലെവലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 ഹോർമോണുകളാണ് കാൽസിട്ടോണിനും പാരാത്തോർമോൺ. തൈമോസിനും തൈറോക്സിനും ഈ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും, നമ്മളിത് പഠിച്ചതാണ്. സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും എന്താണ്? നമ്മൾ പേടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സിമ്പതറ്റിക്. ആ പേടി മാറുമ്പോഴുള്ള ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പാരാസിമ്പതറ്റിക്. അപ്പൊ അത് പരസ്പര വിരുദ്ധമാണ്, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. എന്നാൽ തൈമോസിനും തൈറോക്സിനും, തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ
തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. തൈറോക്സിൻ എന്ന് പറയുന്നതോ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൈറോക്സിനുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഹൈപ്പോ തൈറോയിഡിസമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗവും മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗവും പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രറ്റനിസം ആണ്. ക്രറ്റനിസം. മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്സഡിമയാണെന്ന് മനസ്സിലാക്കുക അല്ലെ. ക്രറ്റനിസം, ക്രറ്റനിസം, അതേപോലെ തന്നെ എന്താണ് മിക്സഡിമ. മിക്സഡിമ. എന്തൊക്കെയാണ് ഈ ക്രറ്റനിസവും മിക്സഡിമ എന്ന് പറയുന്നത്? ഈ തൈറോക്സിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗം ക്രറ്റനിസവും മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗവും മിക്സഡിമയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ്. ഏതാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആരാവശ്യമാണ്? അയഡിൻ ആവശ്യമാണ്. അയഡിൻ അല്ലെ, അയഡിൻ ആവശ്യമാണ്. അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നു അല്ലെങ്കിൽ വലുതാകുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. ഗോയിറ്റർ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഇത് ആക്ച്വലി SCRT ചോദ്യമാണ്. ഇത് പല എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമാണ്. നമ്മുടെ പുതിയ SCRTയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരത്തിൽ പുതിയ SCRTയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? അത് SCRTയിൽ എടുത്തു പറയുന്നുണ്ട്. കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ അല്ലെ. സോ കണ്ടൽ കാടുകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പോയിന്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തൊരു ചോദ്യം നോക്കിക്കൊള്ളുക. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയില് ശരിയായത് ഏതാണ്? നല്ലൊരു ചോദ്യം. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന നമ്മുടെ ഒരു എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. നമുക്ക് നോക്കാം. പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിഗമെന്റുകളാണെന്ന് പറയുന്നത്. അസ്ഥിയും പേശിയും അത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇവിടെ എന്താണ് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെന്റ്. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ലിഗമെന്റ് അല്ലെങ്കിൽ സ്നായുക്കൾ. അസ്ഥിയെയും പേശിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അത് ടെൻഡൻസ് ആണ്. ടെൻഡൻസ് ആണ്. ഇവിടെ പറയുന്നത് പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ് ആണെന്ന് പറയുന്നുണ്ട്. ലിഗമെന്റ് അല്ല, അത് ടെൻഡൻസ് ആണ്. അടുത്തത്, ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ഇപ്പൊ രണ്ട് ശരിയാണ് അല്ലെ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു അത് മെലാനിൻ, കറക്റ്റ് ആണ് അല്ലെ. മെലാനിന്റെ അളവിലുള്ള വ്യത്യാസം മൂലമാണ് നിറക്കുറവും കൂടുതലൊക്കെ ഉണ്ടാവുന്നത്. കണ്ണിലെ ലെൻസിനെ സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്നത് റേഡിയൽ പേശികളാണെന്ന് പറയുന്നുണ്ട്. അത് റേഡിയൽ പേശികളല്ല, അതിന്റെ ആ ഒരു സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്നത് സീലിയറി പേശികളാണ്. സീലിയറി പേശികൾ. ഈ ഒരു ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. വാഗസ് ഒരു സുഷുമ്ന നാഡിക്ക് ഉദാഹരണമാണ്. തെറ്റാണ്. വാഗസ് എന്ന് പറയുന്നത് ശിരോനാഡിയാണ്. അപ്പൊ അതും തെറ്റാണ്. ശരിയായിട്ടുള്ള രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് റീസെന്റ് വരുന്ന ചോദ്യങ്ങളാണ്. സോ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്തമാണ്. നമ്മൾ പഠിച്ചതാണ് WBCs അല്ലെങ്കിൽ ത്രോംബോസൈറ്റുകൾ. WBCs അല്ലെങ്കിൽ ലൂക്കോസൈറ്റുകൾ. ലൂക്കോസൈറ്റ് എന്നറിയപ്പെടുന്ന WBCs ആണ്. പ്രധാനപ്പെട്ട WBCs ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രോഫില്, ബേസോഫില്, ഇസ്നോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട WBCs. അതിൽ തന്നെ ഏറ്റവും വലുത് മോണോസൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ന്യൂട്രോഫിലാണ്. അതേപോലെ ന്യൂട്രോഫിലിനെ മോണോസൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫാഗോസൈറ്റുകളാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഫാഗോസൈറ്റുകൾ അല്ലെ, ഫാഗോസൈറ്റുകളാണ്. പക്ഷെ ഇതിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് പഠിച്ചു വെച്ചോളുക. ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ബേസോഫില്ലുകളാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന WBC ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെക്കുക. ഓപ്ഷൻ സി, ബേസോഫില്ലുകളാണ് ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്നത്. ഓക്കെ ആണോ? അടുത്തത് നോക്കാം. അടുത്തത് വർണ്ണാന്തതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ചോദ്യമാണ്. വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
അപ്പൊ ആദ്യം എന്താണ് വർണ്ണാന്തത? നമ്മുടെ ശരീരത്തില് നമ്മുടെ കണ്ണില് കോൺ കോശങ്ങളുണ്ട്. അപ്പൊ ആ കോൺ കോശങ്ങളുടെ തകരാറ് മൂലം, ജീനുകളുടെ തകരാറ് മൂലം ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ്? പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് പനിച്ചുവാണ്. പച്ച, നീല, ചുവപ്പ്, അതാണ് പ്രൈമറി കളേഴ്സ്. അതില് പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല. നീല നിറം തിരിച്ചറിയാം, അല്ലെ? അപ്പൊ ചോദിക്കാറുണ്ട്, വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രാഥമിക വർണ്ണകം ചോദിക്കാറുണ്ട്, അത് നീലയാണ്. വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രാഥമിക നിറം അത് നീലയാണ്. പച്ചയും ചുവപ്പും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല, ആണല്ലോ. കണ്ണിലെ ലെൻസ് അതാര്യമായി കാഴ്ച വ്യക്തമാകാത്തത് കൊണ്ട് അല്ല, വർണ്ണാന്തതയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെ? അടുത്ത നോക്കിക്കൊള്ളുക, റോഡ് കോശങ്ങൾ. റോഡ് കോശങ്ങൾ എന്ന് പറയുമ്പോൾ രാത്രി കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. അത് രാത്രിയുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് തെറ്റാം. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, അല്ലെ? കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവറോ തുടങ്ങിയ മേഖലയിൽ ജോലിക്ക് എടുക്കാത്തത്, അല്ലെ? ഇവിടെ റെറ്റിനയുടെ കുറവ് മൂലം, വിറ്റാമിനയുടെ കുറവ് മൂലം രാത്രി കാഴ്ചയില്ലാത്ത അവസ്ഥ, അത് ഏത് രോഗം അറിയപ്പെടുന്നത്? അത് നിശാന്തത എന്നറിയപ്പെടുന്നത്, അല്ലെ? നിശാന്തത എന്നാണ് അറിയപ്പെടുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം രാത്രി കാഴ്ചയില്ലാത്ത അവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിശാന്തതയാണ്. ഇനി വിറ്റാമിൻ എയുടെ തുടർച്ചയായുള്ള കുറവ് മൂലം കോർണിയക്കൊക്കെ ഉണ്ടാകുന്ന തകരാറിനെ വിളിക്കുന്ന പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിറോഫ്താൽമിയാണ്. ഓക്കെ, അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്താണ്? ഇങ്ങനെ തന്നെ പഠിക്കുക. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിശാന്തതയാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിറോഫ്താൽമിയാണ്. ഓക്കെ, അപ്പൊ തുടർച്ച എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും? സിറോഫ്താൽമിയ വരും. ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത് നോക്കിക്കൊള്ളുക. സസ്യകോശങ്ങളിൽ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശ ദ്രവ്യപാതം. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. സസ്യകോശങ്ങളിലാണ്. പഠിച്ചു വെച്ചോളുക. സസ്യകോശങ്ങളിൽ ഈ പറയുന്ന അടുത്തടുത്തുള്ള രണ്ട് കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് കോശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഈ പറയുന്ന പ്ലാസ്മോഡെസ്മേറ്റയാണ്. ഇതാണ് പ്ലാസ്മോഡെസ്മേറ്റയാണ്. അന്തർദ്രവ്യജാലകം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശാസ്ഥികൂടം, കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അത് അറിഞ്ഞു വെച്ചോളുക. ഈ കോശത്തിന്റെ ഊർജ്ജ നിലയം, പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ആരാ? മൈറ്റോകോൺട്രിയ. പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ആരാ? റൈബോസോം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചോളൂ. അതേപോലെ തന്നെ ഫേനത്തിന് ചുറ്റുമുള്ള ആവരണം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഫേനത്തിന് ചുറ്റും കാണപ്പെടുന്ന ആവരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. എന്താ? ടോണോപ്ലാസ്റ്റ്. ഫേനത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോണോപ്ലാസ്റ്റ്. അപ്പൊ അതൊന്നുകൂടി എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ചോദ്യം ബ്ലഡ് സെൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. രക്തകോശങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്, അല്ലെ? RBC, WBC, പ്ലേറ്റ്ലെറ്റ് പ്രധാനമായിട്ടും 3 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ് ശരിയാണ്. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. RBC ആണ് എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ശ്വേതരക്താണുക്കൾ ലൂക്കോസൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബി തെറ്റാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് എന്ന് പറയുന്നുണ്ട്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പ്, കറക്റ്റ് ആണ്. ഇരുമ്പിന്റെ കുറവ് മൂലം, ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയ. സി ശരിയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ആണോ? നമ്മൾ പഠിച്ചു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ ആണ്, അല്ലെ? ഫൈബ്രിനോജൻ. ഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു തവണ ചോദിച്ചു ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ആന്റിബോഡി എന്ന് പറയുന്ന രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ? അപ്പൊ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ പറയുന്ന ഗ്ലോബുലിൻ ആണ്. ആരാണ്? ഗ്ലോബുലിൻ ആണ്. കണ്ടോ? പത്രത്തിലുള്ള ചോദ്യങ്ങൾ, കാരണം കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്.
അപ്പൊ നമ്മുടെ ആഴത്തിലുള്ള ഒരു പഠനം ആവശ്യമാണ് അല്ലെ. ഇനി നമുക്ക് ഈ പറയുന്ന VFA പോലുള്ള എക്സാമിന് ഫോക്കസ് ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആഴത്തിലുള്ള ഒരു പഠനം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ വരാൻ പോകുന്ന VFA പോലുള്ള എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ VFAക്ക് പഠിക്കുവാണെങ്കിൽ VFAയുടെ അതേ സിലബസ് തന്നെയാണ് എന്തിനും വരാൻ പോകുന്നത്, ഈ വർഷം അവസാനം വിളിക്കാനിരിക്കുന്ന LD വരാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പഠനം വേസ്റ്റ് ആകുന്നില്ല. VFA പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, LDയിലും കൂടെ യൂസ് ചെയ്യാം അല്ലെ. അത്തരത്തില് VFA പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയ ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായി നമ്മുടെ ബോർഡ് നമ്പർ 8990202323 എന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.